ചെറുകഥ അവൾ. രചന തസ്നി ജാബിർ. എന്താണ് മോന്റെ കണ്ണിൽ വല്ലാത്ത സങ്കടം? എന്തേലും ഉണ്ടെങ്കിൽ ഉമ്മാനോട് പറയൂട്ടാ. ഇല്ലമ്മ, ഉമ്മച്ചിക്ക് വെറുതെ തോന്നിയതാവും. പിന്നെ ഉമ്മച്ചിന്റെ മുഖത്തും ഉണ്ട് സങ്കടം. അതുകൊണ്ടാവും എന്റെ മുഖത്തും ഉമ്മച്ചി അത് കാണുന്നത്. അവനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് യാത്രയക്കാൻ ബസ് സ്റ്റാൻഡിൽ വന്നതാണ്. വീട്ടിൽ നിന്നും ഇറങ്ങാൻ വൈകി. അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ വരെ പോകാൻ എനിക്കാവില്ല. പോയാൽ തന്നെ തിരിച്ചു വരാൻ രാത്രിയാവും. സ്റ്റാൻഡിൽ നിന്ന് അവനെ ബസ്സിൽ കയറ്റിവിട്ട് വാർഡനെ വിളിച്ച് വിവരം പറഞ്ഞു. ഞാൻ എനിക്ക് തിരിച്ചു പോവാനുള്ള ബസ്സിൽ കയറി. സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ നിറയെ ആളുകളുണ്ട്. ലോങ് സീറ്റിലിരിക്കുന്ന ഒരു കുട്ടിയോട് കണ്ടക്ടർ എഞ്ചിൻ ബോക്സിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. എനിക്കിരിക്കാനുള്ള ഇടമുണ്ടാക്കി തന്നു. അവിടെ ഇരുന്ന് ഞാൻ മോനെക്കുറിച്ച് ആലോചിച്ചു. അവന്റെ സങ്കടം നിറഞ്ഞ കണ്ണുകൾ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. കണ്ണിന്റെ കാഴ്ച, അതിലൂടെ ഉൾക്കാഴ്ച. നമ്മൾ പലപ്പോഴും പലരുടെയും മനസ്സ് വായിക്കുന്നത് കണ്ണുകളിൽ നിന്നാണ്. അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടേതാകുമ്പോൾ അവരുടെ ഓരോ സന്തോഷവും സങ്കടവും എല്ലാം ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലേ? സ്റ്റാൻഡിൽ നിന്നും ബസ് പുറപ്പെട്ടു. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ എനിക്ക് എതിർവശം ഇരുന്നിരുന്ന 9 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മിടുക്കി കുട്ടി ഒരു പാസ് 3 ഹാഫ് എന്ന് പറഞ്ഞ് ഒരു നോട്ട് കണ്ടക്ടർക്ക് നേരെ നീട്ടി. അയാൾ അവരെ ഒന്ന് നോക്കി. അത് വാങ്ങാതെ ബാക്കിയുള്ളവരുടെ ക്യാഷ് എല്ലാം വാങ്ങി പിറകിലേക്ക് നീങ്ങി. അപ്പോഴാണ് എന്റെ ശ്രദ്ധ എന്റെ അരികെ ഇരിക്കുന്ന ആ കുഞ്ഞിന്റെ കണ്ണു കാണാൻ വയ്യാത്ത അമ്മയ്ക്ക് നേരെ തിരിഞ്ഞത്. ചിമ്മിപ്പിടിച്ച ആ കണ്ണുകൾക്ക് താഴെ ഒരു നേർത്ത പുഞ്ചിരി. ആ പുഞ്ചിരി സദാ ഉണ്ടായിരുന്നു. മോളെ ചേർത്ത് പിടിച്ച് ആ മുടിയിഴകളിൽ കൈയോടിച്ചുകൊണ്ട് ഓരോ കാഴ്ചകളും ചോദിച്ച് ഉൾക്കാഴ്ചയിൽ നിറയ്ക്കുകയാണമ്മ. ബസ് മാർക്കറ്റ് കഴിഞ്ഞുള്ള ഇറക്കമിറങ്ങി തുടങ്ങിയപ്പോൾ ആ അമ്മ മോളോട് ചോദിക്കുന്നുണ്ട്, ബസ് ഇപ്പോ എവിടെ എത്തിയെന്നും ഈ സ്ഥലം കാണാൻ എങ്ങനെയാണ് എന്നുമൊക്കെ. ആ മോളാണെങ്കിൽ നല്ല പക്വതയോടെയും ക്ഷമയോടെയും ഓരോന്നും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അവർ ഈ നാട്ടുകാരല്ല. കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ താമസമായിട്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്നു. എന്നോട് അവർക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ കുട്ടി കോട്ടപ്പടി എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ബസ് മാറിക്കയറി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അവർക്ക് പോകേണ്ട സ്ഥലം അത് വേറെയാണ്. എങ്കിലും അവിടേക്ക് എത്തിപ്പെടാൻ എളുപ്പമുള്ള ഒരിടത്തുകൂടെ ബസ് കടന്നു പോകും. അവിടെ ഇറക്കാം എന്ന് കണ്ടക്ടർ പറഞ്ഞു. ഞാൻ ആ കുട്ടിയോട് എങ്ങോട്ടാ പോകുന്നത് എന്നും വേറെ ആരെങ്കിലും അറിയുന്നവരായി ഉണ്ടോ എന്നും ചോദിച്ചു. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി പോവാ. അപ്പൊ മാഷ് പറഞ്ഞു കോട്ടപ്പടി ഇറങ്ങിയാൽ അവരോടൊപ്പം പോവാന്ന്. ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് ഓട്ടോ വിളിച്ചാൽ ഒത്തിരി ദൂരം ഉണ്ടാവോ കോട്ടപ്പടിക്ക്? ആ കുഞ്ഞിന്റെ ചോദ്യങ്ങളിൽ പ്രായത്തിലേറെ പക്വത. ഞാൻ പറഞ്ഞു ആ മാഷെ ഫോണിൽ വിളിച്ച് ബസ് മാറിക്കയറിയ വിവരം പറയാൻ. ആ കുഞ്ഞ് മൊബൈൽ എനിക്ക് നേരെ നീട്ടി. അയാളോട് ഞാൻ കാര്യം പറഞ്ഞു. കണ്ടക്ടർക്ക് ഫോൺ കൊടുത്തു. അവരെ ഇറക്കേണ്ട സ്ഥലം അയാൾ പറഞ്ഞു കൊടുത്തു. അയാൾ അവരെ അവിടെ നിന്നും കൂട്ടിപ്പോയിക്കൊള്ളാം എന്നും പറഞ്ഞു. ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരങ്കലാപ്പും ഞാൻ കണ്ടില്ല. ആ അമ്മയുടെ മുഖത്ത് അപ്പോഴും ആ പുഞ്ചിരി മായാതെ നിന്നു. എനിക്ക് മോനെ ബസ്സിൽ കയറ്റി വിട്ടുവന്ന ആദ്യമൊക്കെ എങ്ങോ പോയി മറഞ്ഞു. ആ കുഞ്ഞിന്റെ മുന്നിൽ ഞാൻ ചെറുതായി പോകുന്നത് പോലെ. അവർക്കിറങ്ങേണ്ട സ്ഥലമെത്തി. ആ 9 വയസ്സുകാരി 5 വയസ്സോളം പ്രായം വരുന്ന ഇരട്ടകളായ അനിയന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. ദേ ഡാ, അമ്മയുടെ കൈപിടിക്ക്. ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ആ മക്കളുടെ കൈയും പിടിച്ച് ഒട്ടും പരിചയമില്ലാത്ത ആ സ്ഥലത്ത് ഒരാധിയും കൂടാതെ ഇറങ്ങി. ആത്മവിശ്വാസത്തിന്റെ പ്രകാശമുള്ള മുഖവുമായി ആ 9 വയസ്സുകാരിയും.